ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ചെമ്പനീർ പൂവിൻ്റെ കഥ പറയാം കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് നീച്ചു പോയപ്പോൾ അവിടെ വന്നിട്ട് രവി അശോകനും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ മാറിയിരിക്കുന്നത്, നമ്മൾ രണ്ടു കൂട്ടരും കൂടെ നടത്തുന്ന ചടങ്ങല്ലേ, അത് കണ്ടോ വർഷയുടെ അച്ഛൻ അവിടെ നിൽക്കുന്നത്, നിങ്ങൾ അദ്ദേഹത്തിനടുത്ത് പോയി നിൽക്കുക, നിങ്ങൾ രണ്ടുപേരും കൂടെ വേണ്ടേ അതിഥികളെ സ്വീകരിക്കാനും മറ്റെന്നൊക്കെ പറയും. അപ്പോൾ രവിക്കാണെങ്കിൽ ഒട്ടും മനസ്സ് വരുന്നില്ല കേട്ടോ. അശോകനും അറിയാം അയാളുടെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് അശോകനും രവി അവിടെ തന്നെ ആയിരിക്കും, നിങ്ങൾ ചെല്ല് എന്ന് പറയും. അപ്പോൾ പറയും അദ്ദേഹത്തിന് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല, ഉണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾ വന്നപ്പോൾ നിങ്ങളോട് ചിരിച്ച് സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയുക, എന്നാലും ചന്ദ്രയെ വേണ്ട, ഞാൻ എന്താ അയാളടുത്ത് പോയി പറയുക, നിങ്ങളെന്തിനങ്ങനെ ഇതായി മാറി നിൽക്കണ രവിയേട്ട, ചെല്ല് പറഞ്ഞിട്ട് പാവം അയാളെ ഒന്തി തള്ളി വിടുകയാണ്. അപ്പോൾ പറയും ചെല്ല് അറിയാം, പച്ച പോണ്ടച്ചാന്ന് സച്ചി പറയണമുണ്ട്. അതിൽ പറയും, നീ സച്ചി അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും കൂടെ പോ എന്നൊക്കെ ചന്ദ്രൻ പിന്നെയും പറയണം കേട്ടോ. അപ്പോൾ പറയും, അദ്ദേഹത്തിന് ഒരു ദേഷ്യമില്ല, നിങ്ങളും കൂടെ വേണ്ടി നമുക്ക് രണ്ടു കൂട്ടരുടെയും കൂടി ചടങ്ങുകളല്ലേ, അപ്പോൾ നമ്മളും കൂടെ വേണ്ടേ ചെല്ലാൻ അതിഥികളെ സ്വീകരിക്കാൻ. മാത്രമല്ല ഇനിയിപ്പോൾ മറ്റേ ശ്രുതിയുടെ അച്ഛനും ഇപ്പം ഇങ്ങോട്ട് എത്തും, അപ്പോൾ എല്ലാവരും കൂടെ വേണ്ടത് ചെയ്യാനൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ചെല്ല് രവിയേട്ട പറഞ്ഞിട്ട് പിന്നെ അയാളെ എങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അത് പറഞ്ഞാൽ ശരി എന്നാൽ ഞാൻ പോവാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ശരി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ രവി നീക്കുകയാണ്, പറയാം അച്ഛൻ പോണ്ട അച്ഛൻ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ, അച്ഛൻ പോണ്ട, അച്ഛൻ ഇവിടെ ഇരിക്കുക പറഞ്ഞിട്ട് സച്ചി ചെറിയ കുട്ടികളെ എന്താണ് കൈ പിടിച്ച് ഇരുത്തും പോലെ പിടിച്ചിരുത്താൻ നോക്കുകയാണ് രവീനെ. അപ്പോൾ രവി പറയും, നീ ഇരിക്കുക, ഞാൻ അപ്പോൾ വരടാ പോയി നോക്കുക, നിനക്ക് എന്തിനാ അത്ര പേടി, ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശോക പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ പറയും, എല്ലാവരും എന്താ എന്നെ ഒറ്റയ്ക്കാക്കി പോണത് എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ പറയുക, രവിയും അശോകനും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചെല്ലുമ്പോൾ ഇയാൾ നിന്നിട്ട് ഇങ്ങനെ മധുസൂദനൻ എന്നിട്ട് രണ്ടുപേരോട് നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ വേറൊരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ മധുസൂദനൻ ഇവരെ കണ്ടിട്ടും കാണാത്ത പോലെ അഭിനയിക്കുകയാണ്. കണ്ടിട്ട് മൈൻഡ് ചെയ്യണില്ല, ഇയാളിങ്ങനെ ശരിക്കും അവോയ്ഡ് ചെയ്യണ പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഇയാൾ ചിരിക്കുന്നുണ്ട്, രവി ചിരിക്കുന്നു, പക്ഷേ ഇയാൾ കണ്ട ഭാവം നടിക്കുന്നില്ലേ. അവിടുന്ന് നമ്മുടെ രവി അശോകനും കൂടെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. എന്നിട്ട് പറയും, കണ്ടോ അയാൾ കാണിക്കുന്നത് കണ്ടോ, അയാൾ കണ്ടിട്ടുണ്ട് കേട്ടോ, കണ്ട ഭാവം നടിക്കാതിരിക്കുകയാണ് എന്നൊക്കെ പറയും അശോകൻ. പറയാം, അറിയാം, ഇപ്പോൾ നമ്മളിവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് എപ്പോഴും എന്നോടുള്ള ദേഷ്യം തീർന്നില്ല എന്നൊക്കെ നിനക്കറിയില്ല അശോക, പണ്ടും ഓഫീസിലും പിന്നെ അയാൾ ഇങ്ങനെ തന്നെയല്ലേ നമ്മളോട് ചെയ്തിരുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എന്നാലും ഇങ്ങനെ ഒരു ചടങ്ങിൻ്റെ സമയത്തെങ്കിലും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ ആവട്ടെ രവിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ അശോകൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പറയും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പണ്ടും അയാളും നമ്മളതിനെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ അയാളുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മളെങ്ങനെ മാറ്റി നിർത്താറില്ലേ, ആ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും, അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും രവി കേട്ടോ. അത് കഴിയുമ്പോൾ അയാളെ കൂടെ നിൽക്കുന്ന ആളെ നിനക്ക് മനസ്സിലായോ ചോദിക്കണം അശോകനോട്. അപ്പോൾ ഞാൻ അറിയാം നമ്മളുടെ ഓഫീസറായിട്ട് അതന്നെയെന്ന് അറിയാം. പക്ഷേ അയാൾ ഇവരെ കാണും, രവീനെ അശോകനെ നിൽക്കുന്നത് കാണും കേട്ടോ. അപ്പോൾ മധുസൂദനനോട് ചോദിക്കുകയാണ്, അത് അവിടെ ഉണ്ടായിരുന്ന രവിയല്ലേ നിൽക്കുമ്പോൾ അതെ എന്നറിയും. എടോ തൻ്റെ മകളെ അയാളുടെ മകനല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത് പറയുമ്പോൾ ഇവർക്ക് മധുസൂദനൻ്റെ ഒരു ചമ്മലാണ് കേട്ടോ. അപ്പോൾ എന്നൊക്കെ അങ്ങനെ പറയും. അതിലാണ്ട് ഞാനൊക്കെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പാവം വേഗം വന്ന് കൈയൊക്കെ കൊടുത്ത് സംസാരിക്കും. രവി എന്തൊക്കെയുണ്ട് വിശേഷം, ഞാൻ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇത്രയും ഇതായിട്ടുള്ള ഒരു ഡ്രൈവറെ ഞാൻ കണ്ടില്ല, സ്റ്റാഫിനെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഭയങ്കര സ്നേഹമായിട്ട് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ രവിയോട്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ മധുസൂദനും അങ്ങോട്ട് വരും, കാരണം വരാണ്ട് നിവർത്തിയില്ല. അപ്പോൾ പറയും, മധു പിന്നെ തൻ്റെ മകളെ ഇദ്ദേഹത്തിൻ്റെ മകനെയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ എടുത്ത വഴിക്ക് ഇയാൾ പിന്നെ മധുസൂദനൻ പറയുന്നുണ്ട്, പിന്നെ എന്താണ് കുപ്പയിൽ കിടക്കുന്ന ആൾക്കാർക്ക് എന്താ തങ്കമാളികയിൽ വരാൻ എന്താ മടിയെന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കത് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ പറയും, താൻ എന്താ പറയണേക്കുമ്പോൾ ഒന്നുമില്ലടോ എന്ന് പറയും, നമുക്കിന്ന് അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറയും. എന്നിട്ട് അയാളെയും വിളിച്ചുകൊണ്ട് എന്നാൽ ശരി രവി പറഞ്ഞിട്ട് പിന്നെ അശോകനോടും രവിയോടും സംസാരിച്ചിട്ട് അയാൾ പിന്നെ അങ്ങോട്ട് മധുസൂദൻ്റെ കൂടെ പോവുക കേട്ടോ. അപ്പോൾ പറയും, എന്താ അയാൾ പറഞ്ഞത് നോക്കുന്ന അശോക. അപ്പോൾ പറയും, നമുക്ക് മനസ്സിലായില്ലേ, നമ്മളിപ്പോഴും കുപ്പയെ കിടക്കുന്ന ആൾക്കാർ തന്നെയാണ്, അയാൾക്ക് തങ്കമാളികയിൽ കിടക്കുന്ന ആൾക്കാർ, അയാളുടെ അടുത്തേക്കൊന്നും പോകല്ല യോഗ്യത നമുക്കില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയും രവി കേട്ടോ. അപ്പോഴേക്കും ഇവിടെ എന്താ സംഭവിച്ചാൽ സച്ചിയുടെ അടുത്തേക്ക് കുടിയുണ്ട് ക്വാർട്ടർ എന്ന് പറഞ്ഞത്, ക്വാർട്ടർ എൻ്റെ ഉള്ള പേരും പറയണ്ട, കുടിയൻ അയാൾ വന്നിട്ട് സച്ചിനെ ഇവിടെ വിളിക്കുന്നുണ്ട്. സച്ചിനെ അപ്പോൾ സച്ചി പറയും,
എനിക്ക് നിങ്ങളെ അറിയില്ല, ആരാ നിങ്ങൾ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അറിയാം എന്നെ മനസ്സിലായില്ലേ, അപ്പോൾ ഇന്ന ഏതൊരു സ്ട്രീറ്റിൽ ബാറിലിരുന്ന് നമ്മൾ ഒരുമിച്ച് കള്ള് കുടിച്ചിട്ടുണ്ട്, എന്നിട്ട് എനിക്ക് എൻ്റെ ഓംലെറ്റിൻ്റെ പൈസ നിങ്ങളാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് സച്ചിനോട്. സച്ചി അറിയും എനിക്കതൊന്നും ഓർമ്മയില്ല. അത് പിന്നെ എങ്ങനെ ഓർമ്മ ഉണ്ടാവുക ബോസേ, കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ മറക്കില്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യം എനിക്ക് നിങ്ങളെ ഓർമ്മയില്ല എന്ന് പറയും. ആദ്യം സച്ചി അറിയാം, ഹലോ എന്നെ ഓർമ്മയുണ്ടോ വയ്ക്കുമ്പോൾ, പിന്നെന്താ എങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങളല്ലേ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ നിങ്ങളെ ഓർമ്മയില്ലാണ്ടിരിക്കും, പരിചയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പരിചയമുണ്ടത് അറിയാതെ പിന്നെ സച്ചി സംസാരിച്ചിട്ട് അറിയും സച്ചിക്ക് ഇതിലെന്തോ കളത്തരുണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പറയും എനിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ ഓർമ്മയില്ല, നിങ്ങൾ ആരാ, നിങ്ങൾ അപ്പോൾ അയാൾ സച്ചിയോടേക്ക് നിങ്ങൾ വരൻ്റെ ടീമിൻ്റെ കൂടെ വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾക്ക് ആ ഫംഗ്ഷൻ എന്താണ് അവിടെ നടക്കുന്നത് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ പറയും, അപ്പോൾ സച്ചി അതെ 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 വരൻ്റെ കൂടെ വന്നത്, നിങ്ങൾ വധുവിൻ്റെ കൂടെ, ഞാൻ വധുവിൻ്റെ കൂടെയാണ് എന്ന് പറയും. വധുവിൻ്റെ കൂടെ വന്നതാണോ ചോദിക്കും. അപ്പോൾ അതെ അറിയും. ശരി, അപ്പോൾ പിന്നെ 2 വധുക്കളിൽ ഏത് വധുവിൻ്റെ കൂടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ 2 വധുക്കളോ 2 പെണ്ണുങ്ങളുണ്ടോ എന്ന് നോക്കിയപ്പോൾ അതറിയില്ലേ എന്നറിയും. ഇല്ല ഞാൻ പിന്നെ വർഷയുടെ ആരാ എന്ന് നോക്കി കേട്ടോ അടുത്ത വഴിക്ക്. വർഷയുടെ എന്ന് പറഞ്ഞിട്ടൊരു വലിയ അകന്ന ഏതൊക്കെയോ അമ്മാവൻ്റെ ചെറിയച്ഛൻ്റെ മകൻ്റെ മകളുടെ എന്നൊക്കെ കണ്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് അയാൾ. അപ്പോൾ പറയും വളരെ അടുത്ത ബന്ധമാണ് എന്നറിയും സച്ചി. അപ്പോൾ പറയും പിന്നെ എന്തായാലും നമ്മൾ പരിചയപ്പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എങ്ങനെയെങ്കിലും ഓരോന്ന് പറഞ്ഞ് സച്ചിനെ വിളിച്ചുകൊണ്ട് പോയി വെള്ളമടിപ്പിക്കാനുള്ള പരിപാടി തന്നെയാണ്. അതിന് സച്ചിനെ കിട്ടണ്ടേ. അവിടുന്ന് കുറേ അവസാനം സച്ചി തിരിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ ഇയാളിങ്ങനെ തോണ്ടി വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സച്ചി മൈൻഡ് ചെയ്യില്ല. സച്ചി കൈയും കെട്ടി ഇങ്ങനെ ഉണ്ടാകാണ്ട് അങ്ങോട്ട് നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പുറത്ത് രവിയും പിന്നെ മധുസൂദനും അശോകനെ കൂടെ സംസാരിച്ച് അങ്ങനെ അവരവിടെ നിന്ന് പോകും. അപ്പോൾ പറയും ഇതെൻ്റെ മോൻ കേൾക്കണ്ട എന്ന് പറയും. കാരണം രവി അറിയാം അവൻ സച്ചി ഇത് കേട്ട് കഴിഞ്ഞാൽ സച്ചിക്ക് ഇത് സഹിക്കില്ല, അവൻ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് അവനത് അറിയണ്ട എന്നറിയാം അശോകനോട്. വാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ പിന്നെയും അവിടെ പോയിരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ ഇവിടെ ഭയങ്കര അപ്പോൾ പറയും പിന്നെ എന്താണ് ശ്രുതിയുടെ മറ്റേ അച്ഛൻ വരാത്തതിനെ പറ്റിയുള്ള സംസാരമാണ്. അപ്പോൾ ഇനി എന്താ ഇതുവരെ വരാത്തത്, ശ്രുതിയുടെ അച്ഛൻ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഇനി ചെയ്യാന്ന് പറയും. അപ്പോൾ മഹിമ അങ്ങോട്ട് വരികയാണ്. മഹിമ പറയും സമയം പോവുകയാണ്, നിങ്ങളെന്താ ഒന്നും ചെയ്ത് ശ്രുതി റെഡി ആയില്ലേ നോക്കി. അപ്പോൾ പറയും ശ്രുതി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ശ്രുതിയുടെ ചടങ്ങ് വേണ്ടേ നമുക്ക് ആദ്യം നടത്താൻ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ശ്രുതിയോട് വേഗം വരാൻ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ വരാൻ പറയും. പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങളായിരിക്കും, അല്ല അത് സമയം വഴുകുമ്പോൾ പ്രശ്നങ്ങളാവുമല്ലോ, അതുകൊണ്ട് വേഗം വരാൻ പറയും മഹിമ. അപ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. അവിടെ ശ്രുതിയും മീരയും കൂടി ഭയങ്കര ചർച്ച, ഇനി എന്താ ഇപ്പോൾ ചെയ്യുക, ഇനി ആകെ പ്രശ്നമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് പിന്നെ ഇയാൾ പ്രശ്നക്കലം അയാളെ കൊണ്ടുവന്നത് മീര തന്നെയാണ്, ഈ കള്ളുകുടിയനെ കൊണ്ടുവന്നത് മീര തന്നെയാണ്. അയാൾ പ്രശ്നം ഉണ്ടാക്കിയല്ലോ ഇപ്പോൾ ആകെ കൊളാവുക പരിപാടി. അപ്പോൾ അതും ആകെ കൺഫ്യൂഷനിൽ നിൽക്കുക. അപ്പോഴേക്കും പിന്നെ ഇവിടെ വീണ്ടും ചർച്ചയാണ്. ചർച്ചയുടെ സമയത്ത് പറയും എന്തായാലും ശ്രുതിയുടെ അച്ഛൻ വരാൻ വൈകും, നമുക്കൊരു കാര്യം ചെയ്യാം, വർഷയുടെ ചടങ്ങ് നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ അച്ഛൻ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ശ്രുതിയുടെയും മറ്റേ മീരി നിൽക്കുന്നിടത്തേക്ക് ചന്ദ്ര ചെല്ലുകയാണ്. ചന്ദ്ര ചെന്നിട്ട് പറയുകയാണ് പിന്നെ നിങ്ങളെന്താ ഇതുവരെ നിൻ്റെ അച്ഛൻ പോന്നിട്ടില്ലേ, എന്തൊരു കഷ്ടം അത്, ആൾക്കാരോട് ഞാൻ എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും അവർ എന്തായാലും ഇവിടെ എത്താറായിട്ടുണ്ട് എന്ന് തന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്ത് നമുക്കെന്നാൽ പിന്നെ വർഷയുടെ അമ്മോട് അവളെ ചടങ്ങാദ്യം നടത്താൻ പറയാം എന്നറിയും. എന്നിട്ട് അതിന് രവിയുടെ അടുത്ത് വന്നിട്ട് അനുവാദം ചോദിക്കുകയാണ് ചന്ദ്രയും ഭാമയും കൂടെ. അപ്പോൾ പറയും രവി ഏട്ടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ അറിയാണ്. അപ്പോൾ രവി അങ്ങോട്ട് ചെല്ലും. അപ്പോൾ എന്താണെന്ന് നോക്കും. അപ്പോൾ പറയും ശ്രുതിയുടെ അച്ഛൻ വരാൻ എന്തായാലും വൈകും തോന്നുന്നു, ഇപ്പോൾ ഇതുവരെ ഫ്ലൈറ്റ് എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വർഷയുടെ ചടങ്ങ് നടത്തിയാലും ആദ്യം അവരല്ലേ ഈ ചടങ്ങ് ഉണ്ടാക്കിയത്, അപ്പോൾ അവരുടെ അതാദ്യം നടക്കട്ടെ എന്ന് പറയും. അപ്പോൾ പറയുമോ നിനക്ക് ഒരു കാര്യമെങ്കിലും എന്നോട് വന്ന് ചോദിക്കാൻ നിനക്ക് തോന്നിയല്ലോ എന്ന് പറയും. അപ്പോൾ പറയും എന്നാൽ നടക്കട്ടെ, എന്നാൽ അങ്ങനെ ചെയ്യാമല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് ശ്രുതിയുടെ അച്ഛൻ വരട്ടെ, കാരണം എല്ലാവരോടും ശ്രുതിയുടെ അച്ഛൻ വരും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം, ശ്രുതിയുടെ അച്ഛൻ വരട്ടെ
എന്ന് പറയും. ആയിക്കോട്ടെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യുമെന്ന് പറയണം. അപ്പോഴേക്കും എന്താണ് ശ്രുതി വന്നിട്ട് അമ്മേ അതെന്ത് പണി ചെയ്യുന്നത് അമ്മേ, ശ്രുതിയുടെ അല്ലേ ആദ്യം നടത്തേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റേ വർഷയുടെ രണ്ടാമത് നടത്താമെന്നല്ലേ പറഞ്ഞത് പറയും. അതിന് എടാ ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടില്ലല്ലോ, അച്ഛൻ വന്നാലല്ലേ നടത്താൻ പറ്റുള്ളൂ, അയാൾ എന്തായാലും കല്യാണത്തിന് അയാൾ എത്തിയിട്ടില്ല, അപ്പോൾ ഇതിനെങ്കിലും അയാളൊന്ന് വരണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് അവളുടെ നടത്തുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയണം. അങ്ങോട്ട് വർഷയുടെ നടക്കട്ടെ ആദ്യം എന്ന് പറയാം. അങ്ങനെ പറയും അയ്യോ അമ്മ അതെങ്ങനെ ശരിയോ, നീ ഒന്നും പറയണ്ട, അത് നടത്താൻ തീരുമാനിച്ചു പറയാം. അങ്ങനെ പിന്നെ ഇവളെ വിളിച്ച് പറയുകയാണ് നമ്മളുടെ എന്താണ് മഹിമ വന്നിട്ട് പറയുക എന്താ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി സ്റ്റേജിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ചന്ദ്രയും ഭാമയും കൂടെ നിൽക്കുമ്പോഴേക്കും മഹിമ അങ്ങോട്ട് വരും. പറയും നിങ്ങളിവിടെ നിൽക്കണം, നമ്മൾക്ക് ചടങ്ങ് നടത്തണ്ടേന്ന് പറയും. ഞങ്ങളത് പറയുമായിരുന്നു, ഒരു കാര്യം ചെയ്ത് നമുക്ക് വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താം, അത് കഴിഞ്ഞിട്ട് മതി ശ്രുതിയുടെ പറയും. അയ്യോ അതെന്താ അങ്ങനെ എന്ന് പറയും. അതല്ല പിന്നെ ശ്രുതിയുടെ രണ്ടാമത് നടത്താം, നിങ്ങൾ അല്ല വർഷയുടെ നടത്തും ആദ്യം എന്ന് പറയും. അല്ല അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ആദ്യം ശ്രുതിയുടെ നടത്താമെന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. അതെ പക്ഷേ ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ വരട്ടെ, നിങ്ങളല്ലേ പിന്നെ ചടങ്ങ് നടത്തുന്നത് നിങ്ങളല്ലേ, അപ്പോൾ നമുക്ക് ആദ്യം അത് നടത്താം, അത് നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മതി ശ്രുതിയുടെ നടത്താമെന്ന് പറയും. അപ്പോൾ ഈ മഹിമയ്ക്ക് ഭയങ്കര സന്തോഷം, കാരണം മഹിമ ആഗ്രഹിച്ചു അതാണ്. അല്ല നിങ്ങളങ്ങനെ പറഞ്ഞു എന്ന് മാത്രം പറയും. അല്ല ഞങ്ങൾ എന്നാൽ പോയിട്ട് കൂട്ടിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചടങ്ങ് നടത്താം. അപ്പോൾ വർഷയുടെ ഫസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ വർഷയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭാനുവും പിന്നെ ചന്ദ്രയും കൂടെ പോവാണ്. അതിൽ മറ്റേ മഹിമയ്ക്കൊരു ഡൗട്ട്, ഇതിലെന്തൊരു കള്ളത്തരല്ലേ എന്നുള്ളൊരു ഇത്. അപ്പോഴേക്കും സച്ചിയല്ല ശ്രുതി ഓടി ശ്രുതിയുടെ അടുത്ത് വരികയാണ്. അതിൽ പറയും ശ്രുതി നീ ഒന്ന് പറ, നിൻ്റെ അച്ഛൻ വരുമല്ലേ, എന്താ ഇത് നിൻ്റെ എല്ലാം നടത്തുന്നത് ആദ്യം ചടങ്ങ്, പിന്നെ വർഷയുടെ ചടങ്ങ് നടത്താനാണ് എല്ലാവരും കൂടെ തീരുമാനിക്കുന്നത്, നീ എന്താ അങ്ങനെ മിണ്ടാതെ നിൽക്കണം, നീ നിൻ്റെ എല്ലാം ആദ്യം നടത്താമെന്ന് പറഞ്ഞത് ഇപ്പോൾ എന്താ അങ്ങനെ മാറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര ബഹളം. അപ്പോൾ പറയും അവർ നടത്തിക്കോട്ടെ, ശ്രുതി എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്, അവർ നടത്തിക്കോട്ടെ എന്ന് അറിയാം, അവരല്ലേ ഒന്നാമത് ഈ ചടങ്ങ് നടത്തേണ്ടതെന്ന് അറിയാം, അതല്ലല്ലോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നീയല്ലേ മൂത്ത മരുമകൾ, നിൻ്റെ അല്ലേ നടത്തേണ്ടത് എന്നൊക്കെ പറയും. അപ്പോൾ പറയുക അല്ല അത് വേണ്ട, പിന്നെ അവർ വർഷയുടെ നടത്തട്ടെ എന്നൊക്കെ പറയും. എന്നിട്ട് അറിയാം നീ ഒരു കാര്യം, നിൻ്റെ അച്ഛൻ വന്നണോ അതോ നീ വരില്ലേ, നീ എന്തെങ്കിലും ഒന്ന് പറ, നീ ഒരു കാര്യം ചെയ്ത് വരുന്ന ഫ്ലൈറ്റിൻ്റെ ഇത് പറ, നമുക്ക് ഇത് കൂടെ ഗൂഗിളിൽ കൂടെ നോക്കിയിട്ട് നമുക്കത് ട്രാക്ക് ചെയ്യാം ഫ്ലൈറ്റ്. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല, ശ്രുതി എന്തിനപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ് പിന്നെ ശ്രുതി കേട്ടോ. പിന്നെ അന്വേഷിക്കേണ്ടേ എങ്ങനെ വന്നെന്ന് അറിയാം, എപ്പോഴാണ് എത്തുകയെന്ന് അറിയണ്ടേ, നമുക്കിത് ചടങ്ങ് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിഥികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ പറയും എനിക്കറിയില്ല, എന്തായാലും ഞാൻ എയർപോർട്ടിലേക്ക് ഒന്ന് വിളിക്കട്ടെ എന്നറിയും. അപ്പോഴേക്കും ഇവൾക്ക് ആകെപ്പാട് ടെൻഷനാവും കേട്ടോ, ഇനിയിപ്പോൾ മലേഷ്യയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് വല്ല ഡിലേ ആവുമെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ എയർപോർട്ടുകൾക്ക് ആരും ഫോൺ എടുക്കില്ല, ഇതെന്താ അവരാരും ഫോൺ എടുക്കാത്തത്, മലേഷ്യയിലെ ഫ്ലൈറ്റ് വന്നോ എന്നറിയാൻ എന്നൊക്കെ ഇങ്ങനെ വന്നെങ്കിൽ ഇങ്ങോട്ട് വരും, മറ്റേ മണ്ഡപത്തിലേക്ക് വരും, അതൊക്കെ അറിയാലോ അച്ഛനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇല്ലാത്ത അച്ഛനെ കാത്തിരിക്കുകയാണ് എല്ലാവരും അതിൽ. അപ്പോൾ പറയും എനിക്ക് ആകെപ്പാടെ സമാധാനക്കേടാവുകയാണ് നമ്മുടെ സച്ചിക്കല്ല ശ്രുതിക്ക്. അല്ല ശ്രുതി എന്തായാലും അങ്ങോട്ട് ചെല്ലുമെന്ന് പറയും, നിങ്ങൾ രണ്ടാളും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് വാന്നറിയും, വരാം നീ ചെല്ല് ഞങ്ങൾ വന്നോളാം എന്നൊക്കെ. അപ്പോൾ അപ്പോഴേക്കും അച്ഛൻ വരും, എന്തായാലും വർഷയുടെ ചടങ്ങ് നടക്കട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ സമാധാനമല്ല, ആകെപ്പാടെ സമാധാനം കെട്ട് നടക്കുകയാണ്. പിന്നെ അതിനൊക്കെ വിഷമമുണ്ട്, ഇവളും അതിലാകെപ്പാടെ നാണം കെടും, അങ്ങനെ ഒരു അച്ഛനില്ലേ ഇനി വരാൻ, ഇനി അവർ വരില്ലേ, എന്താണ് നീ എന്തെങ്കിലും ഒന്ന് സത്യം പറ എന്നോട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് ശ്രുതി. ശ്രുതി അങ്ങോട്ട് പോകുമ്പോഴേക്കും അടുത്താളുണ്ട് വരികയെ മഹിമ. അപ്പോൾ മഹിമ അങ്ങോട്ട് വരികയാണ്, ശ്രുതിൻ്റെ അടുത്തും മീരയുടെ അടുത്തേക്കും വരികയുണ്ടോ. അപ്പോൾ പറയും നിങ്ങൾ അങ്ങോട്ട് വരാത്തത് എന്തത്ര വൈകുന്നത്, ഒരുങ്ങി കഴിഞ്ഞില്ലേ എന്ന് വയ്ക്കും. അപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു ആൻറ്റി എന്ന് പറയും. അപ്പോൾ പിന്നെന്താണ് ഇതിപ്പോൾ വർഷയുടെ നടത്തണം എന്നാണ് ആദ്യം പറയുന്നത് എന്ന് പറയും. അത് കുഴപ്പമില്ല അറിയാം, അപ്പോൾ നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ, കാരണം നിങ്ങൾ ഒരുമിച്ച് കഴിയുന്ന കുട്ടികളാണ് എന്ന് പറയും. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, പിന്നെന്താ അങ്ങനെ എന്ന് വയ്ക്കുമ്പോൾ ഒന്നുമില്ല ആൻറ്റി എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയൂ മോളെ എന്ന് പറയും. ഇല്ല ആൻറ്റി ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയും. പിന്നെന്താ ഇപ്പോൾ ചന്ദ്ര അങ്ങനെ പറഞ്ഞത് അറിയാം, അത് എൻ്റെ അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അച്ഛൻ എത്തിയിട്ടില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആണോ
അതിനാണോ ഇങ്ങനെ കടന്ന് നാടകം കളിക്കുന്നത് പറയും. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിയേണ്ടത്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം പാടില്ലല്ലോ, അത് തീർക്കാമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയും മഹിമ. ഞാൻ പറയാം ഇല്ല ആൻറ്റി, ഒരു കുഴപ്പമില്ല എന്നറിയും. എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് വാ, നമുക്ക് പിന്നെ ഇത് ചടങ്ങ് നടത്താം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരി ആൻറ്റി, ഞങ്ങൾ വന്നോളാം എന്നറിയാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ അവരങ്ങോട്ട് പോവാം. അവനെ ശ്രുതിയും പിന്നെ എന്താണ് മേരിയും കൂടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ഇനി എന്തായി തീരും എന്തോന്നറിയാതെ. കാരണം ചടങ്ങ്, വർഷയുടെ ചടങ്ങാണ് ആദ്യം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടി നടക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ പോകുന്നത്. പിന്നെ കഥയാണ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ രേവതിയെ കാണാനില്ല. രേവതി അങ്ങോട്ട് പോയിട്ടുണ്ട്, രേവതിയെ കാണില്ല. കാരണം രേവതിനെ ചന്ദ്ര വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ചന്ദ്രൻ്റെ ഭാമയുടെ കൂടെ നമ്മുടെ രേവതിയെ കാണുന്നില്ല. ഇനി പുതിയ കലാപങ്ങൾ പൊട്ടിപ്പൊറിപ്പിടിക്കുക ഇതിലൊന്നും വിജയിച്ചിട്ടില്ലെങ്കിൽ വേറൊരു ഇതും കൊണ്ടാണ് ഇവർ വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്നത്തെ ചെമ്പനീർ പൂ ആരും മിസ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. പിന്നെ എൻ്റെ രാധാസ് ഫാമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ ഒന്ന് ലൈക്കും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഒന്ന് എന്താ പറയുക, ബെല്ലൈക്കൺ അമർത്തണം, സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ജീവൻ മരണ പോരാട്ടമാണ് അതിൻ്റെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ